മേജർ അല്ല മാവേലി ഇത് പിടിച്ചേ. എന്തിനാണ് എനിക്ക്? നിങ്ങൾ പോയിട്ട് വല്ലതും അറിയാൻ എന്തിനെങ്കിലും ഒന്ന് ഹെൽപ്പ് ചെയ്യും, അല്ലെങ്കിൽ അവർക്ക് സംശയം തോന്നൂലേ? ഇടയ്ക്ക് എനിക്ക് പോവാൻ സമയമായിരുന്നു. ഒരു 10 മിനിറ്റ് കഴിഞ്ഞിട്ട് പോവാന്നേ. ഇവിടെ നിൽക്കുകയായിരുന്നു. നമസ്കാരം. പാട്ടും പരിപാടിയൊക്കെ കളറായിട്ടുണ്ട്. ദുബായ് വാർത്തയുടെ പ്രേക്ഷകർക്ക് എന്തെങ്കിലും സ്പെഷ്യലായിട്ട് ഓണത്തിന് കൊടുക്കുന്നുണ്ടോ? മേജർ ചോദിച്ചതുകൊണ്ട് ഇപ്പോൾ തന്നെ ആ കാര്യം പറയാം. വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം ദുബായ് വാർത്തയുടെ 10ാം തിരുവോണം പ്രമാണിച്ച് പറയാനുണ്ട്. 10ാം വാർഷികം ആഘോഷിക്കുന്ന ദുബായ് വാർത്ത വളരെ സന്തോഷത്തോടു കൂടി അർഹതപ്പെട്ട പ്രേക്ഷകർക്ക് നാട്ടിലേക്ക് പോകാനുള്ള എയർ ടിക്കറ്റും ഒപ്പം ഗൾഫ് പ്രവാസി പെട്ടിയും സമ്മാനമായിട്ട് നൽകുകയാണ്. അല്ല, എയർ ടിക്കറ്റ് ഓക്കെ, ഈ കാലിപ്പട്ടി ഇട്ടിട്ട് എന്നാ എടുക്കാനാ? ഗൾഫ് പ്രവാസി പെട്ടി എന്ന് പറയുമ്പോൾ ഒരു പ്രവാസി നാട്ടിലേക്ക് പോകുമ്പോൾ എന്തെല്ലാം വിലപ്പെട്ട സാധനങ്ങൾ കൊണ്ടുപോകാൻ ആഗ്രഹിക്കുന്നു. അങ്ങനെയുള്ള സ്വപ്ന തുല്യമായ സാധനങ്ങളെല്ലാം ചേർന്ന, അതിനകത്ത് പെർഫ്യൂം ഉണ്ടാവും, തുണിത്തരങ്ങളുണ്ടാവും, നിഡോ ഉണ്ടാവും, ചോക്ലേറ്റ് ഉണ്ടാവും, ഇതെല്ലാം ചേരുന്ന ആ പെട്ടി അടക്കം നാട്ടിലേക്ക് കൊണ്ടുപോകാനുള്ള സമ്മാനങ്ങളാണ് ദുബായ് വാർത്ത ഒരുക്കുന്നത്. ആ സംഭവം കൊള്ളാട്ടാ. പോണ്ടേ? നമ്മൾ മലയാളികൾ ലോകത്ത് എവിടെയാണെങ്കിലും നമ്മുടെ ഐക്യം നഷ്ടപ്പെട്ടു പോകാതെ എല്ലാവരും ഒത്തൊരുമയോടുകൂടി തിരുവോണം ആഘോഷിക്കാനുള്ള സർവ്വവിധ ആശംസകളും ദുബായ് വാർത്ത നേരുകയാണ്. മേജർ മഹാദേവൻ അല്ല മാവേലി, ഇതാണ് നോൾ കാർഡ്. എന്തിനാടാ എനിക്ക്? ഈ വേഷത്തിലായോണ്ട് ദുബായ് മെട്രോയിൽ കയറി പോയിട്ട് ഏതെങ്കിലും ഒഴിഞ്ഞ സ്ഥലത്ത് ഇറങ്ങിയിട്ട് മാവേലിക്ക് എക്സിറ്റ് ആവാൻ വേണ്ടി പറ്റും. ഇനി അതല്ലെങ്കിൽ മാവേലിക്ക് അബുദാബി പോയിട്ടും എക്സിറ്റ് അടിക്കുക. ഇത്തിഹാദ് റെയിൽ ഇക്കൊല്ലം UAE സ്റ്റാർട്ട് ആയിട്ടുണ്ട്. കഴിഞ്ഞ കൊല്ലം അതില്ലായിരുന്നു, അതാണ് UAE. എടാ അതൊക്കെ എനിക്കറിയാം, നീ പിടിച്ചേ. ഞാൻ ഈ ഒഴിഞ്ഞ കോണി എവിടുന്നതിലൊക്കെ പൊക്കോളാം കേട്ടാ. കുഴപ്പമില്ല. പിന്നെ ഇത്രയൊക്കെ ചെയ്തിട്ട് നിന്റെ മുഖത്ത് ഒരു ഹാപ്പി ഇല്ലാത്ത? മാവേലി പ്രവാസിയുടെ പ്രശ്നവും ആത്മസംഘർഷവും പിന്നെ അതേപോലെ തന്നെ ഓരോരോ പ്രശ്നങ്ങളും വെച്ചിട്ട് എങ്ങനെ സന്തോഷിച്ചിരിക്കാൻ പറ്റും? ഇവന്റെ നിപ്പ് കാണുമ്പോഴാ. എടാ പണ്ട് ഞാനും ഇതുപോലെ നിന്നിട്ടുണ്ട്. വാമൻ എന്നെ പാതാളത്തിലേക്ക് ചവിട്ടി താത്തിയപ്പോ, സ്വന്തം പ്രജകളെ കാണാൻ പറ്റുന്ന യാഥാർത്ഥ്യം തിരിച്ചറിഞ്ഞപ്പോ, എന്നിട്ട് ഞാൻ തളർന്നോടാ. വർഷാവർഷ പ്രജകളെ കാണാനുള്ള അപ്രൂവൽ എടുത്തിട്ട് ഞാനിവിടെ വരുന്നില്ലേ? അങ്ങനെയല്ലടാ ഓണം ഉണ്ടായത്. തൽക്കാലം ഇത് പിടിച്ചേ. ഇതെന്താ കല്ല? ഇതുകൊണ്ട് ഇപ്പൊ എന്താ പൂമഴ? എന്ത് പേര്? നിനക്കെന്താ വയ്യേ? ആ, നമ്മുടെ കൂട്ടത്തിൽ ഇതുപോലെ കുറെ ആൾക്കാരുണ്ട്. എന്തെങ്കിലും കല്ലോ മാലയോ കിട്ടുമ്പോൾ അതിൻ്റെ അത് ദിവ്യശക്തി ഉണ്ടെന്നും ജീവിതം മാറി മറിയെന്നൊക്കെ വിചാരിച്ചിരിക്കുന്ന കുറെ കുഴിമടിയന്മാർ. അതിലൊന്നും പോയി പെട്ടക്കില്ലടാ മോനെ. അല്ല അപ്പൊ ഈ കല്ല്? എടാ ഞാൻ പാതാളത്തിൽ നിന്ന് കൊണ്ടുവന്ന് സുവനീർ വല്ല അലമാരല്ലേ ഷെൽഫിലുണ്ട് വെക്കടാ. ഓക്കെ. അപ്പൊ അടുത്ത കൊല്ലം ഇനി ദുബായിലേക്ക് വരില്ലായിരിക്കും അല്ലേ? അതെടാ അങ്ങനെ ടോക്ക്. ഞാൻ ഇനിയും വരും, നീ ഇനിയും സ്വപ്നം കാണും. പക്ഷേ ആരൊക്കെ ഉണ്ടാവുന്ന ആർക്കടാ അറിയാം. മാവേലി അങ്ങനെ പറയരുത്. അയ്യടാ, ഞാൻ പറഞ്ഞത് മനുഷ്യന്മാരുടെ കാര്യമാണ്, അല്ല എൻ്റെ കാര്യമല്ല. അപ്പോ നമോ വാഗം. വാഗം. This episode is sponsored by Fira Foods, the flavor of India. ചുണ്ടിൽ ചിരി പടർത്തുന്ന രുചികൾ. Supported by Kenneth Scott, RK Pulses and Spices, Fisherman's Hub, Tami Perfumes, Your Farm Maliha, Deal Price, Niche Perfumes from Aries, Arin Bake, Iron Gold Wallet, Lulu, Expressions, Fira Foods.